വേൾഡ് കപ്പിന് ശേഷം ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ചൂടുള്ള ട്രാൻസ്ഫർ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ജൂലിയൻ അൽവാരസ് എന്ന അർജന്റീനയുടെയും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെയും മുന്നേറ്റ നിര താരം ബാഴ്സലോണ എന്ന സ്പാനിഷ് വമ്പന്മാരിലേക്ക് കൂടുമാറുന്നു എന്ന്. ഇപ്പോഴത്തെ ഗസ്റ്റാനദൂളിന്റെയും ESPN അർജന്റീനയുടെയും ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലിയൻ അൽവാരസ് ബാഴ്സലോണയ്ക്കുള്ള ട്രാൻസ്ഫർ ഏകദേശം നിലച്ചിരിക്കുകയാണ്. അതിന് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനേജ്മെന്റുമായി ജൂലിയൻ അൽവാരസിനുണ്ടായിരുന്ന ചില സ്വരച്ചേർച്ചകളാണ് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലിയൻ അൽവാരസ് കഴിഞ്ഞ സീസണിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നുവെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്നത് അത് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കൂ എന്ന്. ജൂലിയൻ അൽവാരസ് സ്വന്തമായി അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നു എന്ന പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ തീരുമാനം മാത്രമാണ് ജൂലിയൻ അൽവാരസ് എടുത്തിരിക്കുന്നതെന്നും ക്ലബ്ബുമായി അദ്ദേഹത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും മറ്റുള്ളവർക്കറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ ജൂലിയൻ അൽവാരസ് അങ്ങനെ പറഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റ് ജൂലിയൻ അൽവാരസുമായി ഉടക്കിയിരിക്കുകയാണ്. ജൂലിയൻ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. ജൂലിയൻ അൽവാരസിന് ഇപ്പോഴും ക്ലബ്ബുമായി ദീർഘകാല കരാറുണ്ട്. എന്നിട്ടും അദ്ദേഹം ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ക്ലബ്ബിൽ അസ്വസ്ഥനാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്നിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയുമായി ചർച്ചകൾക്ക് പോയിരുന്നില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ ഏറ്റവും മോശമായ രീതിയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോഴും ബാഴ്സലോണയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ജൂലിയൻ അൽവാരസിനില്ല എന്നാണ് ഗസ്റ്റാനദൂൾ ഉൾപ്പെടെയുള്ള നിരവധി ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നത്.